നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ദോശയും ഇഡ്ഡലിയും വിട്ടിട്ട് ഒരു കളിയുമില്ല അല്ലേ? ഇതിൽ ഇഡ്ഡലിയേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ദോശയാണ്. കാരണം അത് ഉണ്ടാക്കാനുള്ള എളുപ്പം കൊണ്ടാണ്. എന്നാൽ ദോശയേക്കാൾ നല്ലത് ഇഡ്ഡലിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റി നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? വയറിനും ശരീരത്തിനും ഒരുപോലെ ഗുണമുള്ളവയാണ് ഇഡ്ഡലികൾ. പുളിപ്പിച്ച മാവിന്റെ ഗുണങ്ങളും ആവിയിൽ വേവിക്കുന്നതിന്റെ ഗുണങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്തവയാണ്. എന്നാൽ എല്ലാ ദിവസവും രാവിലെ ഇഡ്ഡലി കഴിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? ഒരു പ്ലേറ്റ് ഇഡ്ഡലി കഴിക്കുന്നതിലൂടെ ദഹനം, ഊർജം, ഭാരം, മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയെ എത്രത്തോളമാണ് ഇത് സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. ദഹനം. പുളിപ്പിച്ച മാവിൽ നിന്ന് തയ്യാറാക്കുന്ന ഇഡ്ഡലി കുടലിൽ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ദഹനം സുഗമമാക്കുകയും ചെയ്യുന്നു. എളുപ്പത്തിൽ ദഹിപ്പിക്കുന്നതായതിനാൽ ആമാശയത്തിനും ഇത് വളരെ നല്ലതാണ്. ഇത് അസിഡിറ്റി, വയറുവീർക്കൽ എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുന്നു. സാമ്പാറിനൊപ്പമാണെങ്കിൽ ബഹുകേമം, കാരണം പച്ചക്കറികളിലെ നാരുകളും ശരീരത്തിലെത്തുന്നു. ഇനി ഇഡ്ഡലി ആവിയിൽ വേവിച്ചെടുക്കുന്നതിനാൽ അതിൽ സ്വാഭാവികമായും കൊഴുപ്പ് കുറയും. ഹൃദയത്തിന് ദോഷകരമാകുന്ന അധിക എണ്ണയും കാണപ്പെടില്ല. 2018 ജേണൽ ഓഫ് ന്യൂട്രീഷനിൽ നടത്തിയ ഒരു പഠനത്തിൽ കൊഴുപ്പ് കൂടിയ പ്രഭാത ഭക്ഷണത്തിന് പകരം കൊഴുപ്പ് കുറഞ്ഞവ ഉപയോഗിക്കുന്നത് ഹൃദയരോഗത്തെ പിന്തുണയ്ക്കുമെന്ന് കണ്ടെത്തിയിരുന്നു. ഇനി ശരീരഭാരം കുറയ്ക്കാനും ഇഡ്ഡലി നല്ലതാണ്. ഒരു ഇഡ്ഡലിയിൽ ഏകദേശം 35 മുതൽ 50 വരെ കലോറി അടങ്ങിയിട്ടുണ്ട്. ഇത് കുറഞ്ഞ കലോറി ആവശ്യമുള്ളവർക്ക് ഏറ്റവും ഉചിതമാണ്. ദിവസം മുഴുവൻ കലോറി നിയന്ത്രണത്തെ പിന്തുണയ്ക്കാൻ ഇത് സഹായിക്കുന്നു. നിങ്ങൾ ഇഡ്ഡലി സാമ്പാറുമായോ പ്രോട്ടീൻ കൂടുതലുള്ള ചട്നിയുമായോ ചേർത്ത് കഴിക്കുമ്പോൾ വിശപ്പ് നിയന്ത്രിക്കുകയും അമിതമായി ആഹാരം കഴിക്കുന്നത് തടയുകയും ചെയ്യും. കുടലിനും രോഗപ്രതിരോധത്തിനും ഇഡ്ഡലി വളരെ നല്ലതാണ്. കാരണം പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കുടലിന് നല്ലതാണ്. കുടലിന്റെ ആരോഗ്യം, പ്രതിരോധശേഷിയെ നേരിട്ട് ബാധിക്കുന്നവയാണ്. ദഹിക്കാൻ ഇഡ്ഡലി എളുപ്പമാണ്. അതിനാൽ അവ കൂടുതൽ ബാക്ടീരിയകൾക്ക് വളരാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും മെച്ചപ്പെട്ട പോഷക ആഗിരണം വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ സംവിധാനത്തിനും കാരണമാകും.